എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കേക്ക് ആയിട്ടാണ്. അതും അവനൊന്നും ഇല്ലാതെ ഫ്രൈങ് പാനിൽ ചെയ്യാൻ പറ്റുന്ന സ്വിസ് റോൾ കേക്ക്. അപ്പോൾ രണ്ട് തരത്തിൽ എങ്ങനെ തയ്യാറാക്കുമെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വാലന്റൈൻസ് ഡേ ആശംസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സ്വിസ് റോൾ കേക്ക് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് സ്വിസ് റോൾ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയാണ്. മുട്ട ഉപയോഗിക്കാത്തവർ അതിന് പകരമായിട്ട് തൈര് ഉപയോഗിക്കാം. തണുപ്പില്ലാത്ത റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന മുട്ട പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പഞ്ചസാര. ഈ മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്തെടുക്കണം. ഒന്നില്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ ഹാൻഡ് മിക്സർ ഉപയോഗിക്കാം, വിസ്ക് ഉപയോഗിക്കാം. എന്തായാലും നന്നായിട്ട് ഫ്ലഫി ആവുന്നവരെ, നല്ല മിക്സ് ആവുന്നവരെ ഇത് മിക്സ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാൻ കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം ഉപ്പാണ്. അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മധുരത്തിനൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു നുള്ളു മാത്രം മതി, ഒരുപാട് ചേർക്കാൻ പാടില്ല. അതിനുശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു അരിപ്പയിലോട്ട് 4 ടേബിൾ സ്പൂൺ, അതായത് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം മതി. അതുപോലെ തന്നെ 2 നുള്ള് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറാണ് ഇടുന്നത്. അതിനുശേഷം ഒന്ന് അരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വാനില എസൻസ് ആണ്, 1.5 ടീസ്പൂൺ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പതുക്കെ മിക്സ് ചെയ്യണം, ഓവർ മിക്സിങ് പാടില്ല. ഈ മൈദയൊക്കെ ഇതിലോട്ട് നന്നായിട്ട് മിക്സായി ഉറപ്പ് വരുത്തണം കേട്ടോ. കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരേ ഡയറക്ഷനിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ, ഒന്നില്ലെങ്കിൽ മെൽറ്റഡ് ആയിട്ടുള്ള ചൂടില്ലാത്ത ബട്ടർ, അതല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ, മണമൊന്നുമില്ലാത്ത ഓയിൽ കേട്ടോ. അതും ഓയിലും ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാനിലോട്ട് കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഇതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. സൈഡിലോട്ടും ഒക്കെ നന്നായിട്ട് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ കേട്ടോ പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യാൻ പറയുന്നത്. ഇനി നമുക്ക് ചെറിയ ഫ്ലെയിമിൽ 15 മിനിറ്റ്, ഓരോ അടുപ്പനുസരിച്ച് മാറ്റം വരും. 4 ബർണറിൽ ഏറ്റവും ചെറിയ ബർണറിൽ ഏറ്റവും ചെറിയ ഫ്ലെയിമിലാണ് ഇടാൻ പോകുന്നത്. 15 മിനിറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഇതിലൊരു ടൂത്ത് പീക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കുക്ക് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഓരോരുത്തരുടെ സ്റ്റവ് അനുസരിച്ച് മാറ്റം വരും. ഞാൻ 15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടയ്ക്കാം. ലിഡിന്റെ ഹോളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതിനുശേഷം തീ ഓൺ ചെയ്യുക. ഏറ്റവും ചെറിയ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് 15 മിനിറ്റ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുക്ക് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു സ്ക്വയർ വെച്ചിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ മീനിങ് ഇത് നന്നായി കുക്ക് ആയിട്ടുണ്ടെന്നാണ്. സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും കുത്തുകളൊക്കെ വന്ന് നല്ല കുക്കായിട്ടുണ്ട് നമ്മുടെ കേക്ക്. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പുറത്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ജാമാണ്, അതായത് സ്ട്രോബെറി ജാം. സ്ട്രോബെറി ജാം കുറച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹോം മെയ്ഡ് ഉപയോഗിക്കാം, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജാം ഉപയോഗിക്കാം, കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇച്ചിരി ലൂസ് ആയതിനു ശേഷം അതിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ വാനില ക്രീം ആണെങ്കിൽ വാനില ക്രീം പരട്ടി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് പരട്ടിയതിന് ശേഷം അതിന് മുകളിൽ വേണമെങ്കിൽ വാനില ക്രീം പരട്ടാം. ക്രീം വിപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് വിപ്ഡ് ക്രീം ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്താണ് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ. ഇത് ഞാൻ 2 തരത്തിൽ കാണിച്ചു. 2 തരത്തിൽ നമുക്ക് സംഭവം വാങ്ങാൻ കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് നാട്ടിൽ കിട്ടുന്ന രീതി ഒരു സ്പെഷ്യൽ നൊസ്റ്റാൾജി ചെയ്യുന്ന ടേസ്റ്റാണ്. ആ രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമുക്കിത് പതുക്കെ മടക്കി കൊടുക്കാം. അപ്പോൾ ഇത് മടക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ തന്നെ പൊതിഞ്ഞ് 15 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം ഇതങ്ങ് മുറിച്ചെടുക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മുറിച്ചെടുക്കാം. നമുക്ക് ചെറിയ പീസസ് ആയിട്ട് മുറിക്കാം, അതായത് തിക്നെസ് കുറച്ച് മുറിക്കാം, അല്ലെങ്കിൽ നല്ല തിക്നെസ്സോട് കൂടി മുറിക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. അപ്പം ആദ്യത്തെ ഈ സൈഡൊക്കെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും, എന്നാലും ഷേപ്പ് വരണമെങ്കിൽ കുറച്ചും കൂടി മാറണം. അപ്പോഴാണ്, കാരണം നമ്മളിത് സർക്കിളായിട്ടല്ല ചെയ്തത്, അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ഈ അറ്റം ഇങ്ങനത്തെ രൂപത്തിലേ വരുള്ളൂ. അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ചൂടോടുകൂടി നമ്മളത് എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഇച്ചിരി മുട്ടയുടെ സ്മെല്ല് പോലെ ഫീൽ ചെയ്യും. പക്ഷെ തണുത്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ജാമെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റോൾ ചെയ്തതിന് ശേഷം ഇത് മുറിച്ചെടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ ഫ്രൈയിങ് പാനിൽ ചെയ്തതാണെന്നൊരു മനുഷ്യൻ പറയില്ല. നിങ്ങൾ ആരോടും പറയാൻ വേണ്ട കേട്ടോ.
കാരണം അത്രയും പെർഫെക്റ്റ് ആണ്. എനിക്ക് ഈ റെസിപ്പി കണ്ടപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ശരിയായി വരുമോയെന്ന്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇത് സൂപ്പറായി വന്നിട്ടുണ്ട്. നമുക്ക് പല ബാച്ചായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഇന്ന് തന്നെ ഒരു 4 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതടക്കം. അപ്പം അത്രയുള്ള പരിപാടി. അപ്പോൾ നമ്മുടെ ഈസി പീസി സ്വിസ് റോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പീസ് മാത്രം എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നാട്ടിൽ കിട്ടുന്ന രീതിയിൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതായത് ഈ രീതിയിൽ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം നന്ദുവിനൊന്നും ഒരുപാട് ജാം ഇഷ്ടമല്ല. പക്ഷെ ഇതൊക്കെയാണ് എൻ്റെ ചെറുപ്പത്തിലെ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. നമ്മൾ ബേക്കറിയിൽ നിന്ന് ഇതാണൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു. ഈ ഒരു രീതിയിൽ എങ്ങനെയാക്കാന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു പ്ലേറ്റിൽ കുറച്ച് ജാം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് പരത്തി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കോക്കനട്ട് പൗഡർ ആണ്, അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഇത് രണ്ടും നമ്മൾ റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമ്മളൊരു റോൾ എടുക്കുക, ഇതിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൽ റോൾ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ എടുത്തിട്ട് ഇതിന്റെ മുകളിൽ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്താലും മതി. ഇതിലോട്ട് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറച്ച് അങ്ങോട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ അതിൽ ആ കോക്കനട്ടിന്റെ ഇതിലൊന്ന് റോൾ ചെയ്താലും മതിയാകും. ഇത്രയുള്ള പരിപാടി. ഇങ്ങനെയാണ് നമ്മൾ ഈ സംഭവം റെഡിയാക്കി എടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ആ വൈറ്റ് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ആ ഒരു ഓറഞ്ച് റെഡ് കളറാണ് മുന്നോട്ട് നിൽക്കുക. മനസ്സിലായോ? അപ്പോൾ ഇത്രയുള്ള പരിപാടി. മറ്റേത് നമുക്ക് അതേപോലെ തന്നെ സെർവ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ജാമിന് പകരമായിട്ട് നമുക്ക് വിപ്ഡ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഏത് ജാം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ സ്വന്തം സ്വിസ് റോൾ. അപ്പോൾ ഞാൻ ഫോട്ടോയിലെടുത്തതിന് ശേഷം കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ സ്വിസ് റോള് ഞാൻ ഫോട്ടോയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് കഴിക്കാം. നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് കാണിച്ചു തരാം. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ ഉണ്ട്. നമ്മൾ ഒരിക്കലും ഇത് എന്താ പറയുക ഫ്രൈങ് പാനിൽ ചെയ്താന്ന് പറയേയില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. അടിപൊളിയുണ്ട്. ഈ വാലന്റൈൻസ് ഡേക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്